ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ദേശീയ വരുമാനം എന്ന പാഠഭാഗമാണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. GDP, GNP, NNP ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടാവാറ്. നമുക്ക് നോക്കാം. ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദേശീയ വരുമാനം, കാർഷിക മേഖലയുടെ സംഭാവന കുറഞ്ഞു, ദേശീയ വരുമാനത്തിൻ്റെ വർധനവിന് വ്യവസായ മേഖലയുടെ പുരോഗതി അനിവാര്യം, സേവന മേഖലയുടെ മുന്നേറ്റം തുടരുന്നു. അപ്പം ദേശീയ വരുമാനം എന്നത് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സൂചിപ്പിക്കുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്? ദേശീയ വരുമാനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഉയർന്ന ദേശീയ വരുമാനം രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റമാണ് കാണിക്കുക. ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ, അതുപോലെ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുടുംബത്തിന് ഒരു വർഷം ലഭിക്കുന്ന വരുമാനത്തെയാണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ മൊത്തം വരുമാനമാണ് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായിട്ട് ലഭിക്കുന്ന വരുമാനത്തെയാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും 3 മേഖലകളിൽ നിന്നാണ് ലഭിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ വാർത്തയിൽ പറഞ്ഞ 3 മേഖലകളാണ്. ഏതൊക്കെയാണ്? കാർഷിക മേഖല, വ്യവസായ മേഖല, അതുപോലെ എന്താണ്? സേവന മേഖല, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അല്ലേ? ഈ 3 മേഖലകളിൽ നിന്നുമുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ദേശീയ വരുമാനം നമുക്ക് ലഭിക്കും. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതിനെയാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വരുമാനത്തിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്: ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം എന്താണ്? പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ഇനി എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? നമുക്ക് നോക്കാം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം എന്ന് കണ്ടെത്താനും അതുപോലെ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനും ദേശീയ വരുമാനം സഹായകമാണ്. പല രാജ്യങ്ങളുടെയും USA, ചൈന, ജപ്പാൻ, ജർമ്മനി ഇതൊക്കെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് 2013, 2014, 2015 താരതമ്യം ചെയ്ത് ദേശീയ വരുമാനം കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം USA-ക്കാണ് ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനമുള്ളത്, അല്ലേ? അതുപോലെ ഈ ദേശീയ വരുമാനം എന്താണ്? USA-യുടെ കൂടിയാണ് വരുന്നത്. 2015 ആയപ്പോഴത്തേനും കൂടി. അതുപോലെ ചൈനയുടെ ആണെങ്കിലും കൂടുന്നുണ്ട്. ജപ്പാൻ്റെ ആണെങ്കിൽ എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. ജർമ്മനി എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. UK എന്താണ്? കൂടിയിട്ട് കുറയുന്നുണ്ട്. 2014 കൂടുതൽ. പിന്നെ ഇന്ത്യയുടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയുടേതും എന്താണ്? കൂടിയാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് നമ്മൾ നോക്കി. ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് മറ്റെന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അപ്പം ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ലക്ഷ്യങ്ങളാണ് നോക്കുന്നത്. എന്തൊക്കെയാണ്? സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവനകൾ വിലയിരുത്തുന്നതിന്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകൾ എന്ന് പറയുമ്പോൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇതിൻ്റെയൊക്കെ സംഭാവനകൾ വിലയിരുത്തുന്നതിന്, അതുപോലെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്, സമ്പദ് വ്യവസ്ഥ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് പഠിക്കുന്നതിന്, വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിന്, ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ പരിമിതികൾ അതുപോലെ മേന്മകൾ ഒക്കെ കണ്ടെത്തുന്നതിനൊക്കെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സഹായിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങളാണ്. ആദ്യം നോക്കുന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്താണ്, GNP എന്താണ് എന്നുള്ളതാണ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നത് ദേശീയ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ആശയമാണ്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്.
നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങൾ അതുപോലെ സേവനങ്ങൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഉപഭോഗത്തിനായി ലഭ്യമാകുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ തുണി, നൂല്, ബട്ടൺസ് ഇതൊക്കെ അസംസ്കൃത വസ്തുക്കളാണ്. ഇതുപയോഗിച്ച് ഷർട്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഉപഭോഗത്തിനായിട്ടുള്ള ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക. ഇവിടെ അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഷർട്ടാണ്. ബാക്കി ബട്ടൺസ് അതുപോലെ തുണി എന്നൊക്കെ പറയുന്നത് അസംസ്കൃത വസ്തുക്കളാണ്. അപ്പം അന്തിമ ഉൽപ്പന്നമായ ഈ ഷർട്ടിൽ ബട്ടൺസിൻ്റെയും തുണിയുടെയും ഒക്കെ മൂല്യം ഉൾപ്പെട്ടിരിക്കുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇത് ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്താണ് എന്നുള്ളതാണ്. GDP. മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് GDP എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് എന്ന് പറഞ്ഞു. പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമായിട്ട് കണക്കാക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. GNP പറയുവാണെങ്കിൽ GNPയിൽ ഇതെല്ലാം ഉൾപ്പെടും. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ലാഭം അമേരിക്ക GDPയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യ GNPയിലാണ് ഉൾപ്പെടുത്തുക. അതായത് ഇന്ത്യയിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഇത്തരം വരുമാനത്തെ ഒഴിവാക്കുന്നു. നമ്മൾ GDP എന്താണ് അതുപോലെ GNP എന്താണ് എന്ന് നോക്കി. ഇനി നോക്കുന്നത് അറ്റ ദേശീയ ഉൽപ്പന്നം NNP എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങി എന്ന് വെച്ചോ. ഇപ്പം ഈ വർഷം അത് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ച് അടുത്ത വർഷം വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ വില തന്നെ നമുക്ക് ആ വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ യന്ത്ര സാമഗ്രികളും അതുപോലെ മറ്റ് സാധനങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നു. ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവിനെ പറയുന്നതാണ് തേയ്മാന ചെലവ്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്തരം തേയ്മാന ചെലവുകൾ പരിഗണിക്കും. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ GNPയിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാക്കുന്നതിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം NNP എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളതാണ്. അതിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് NNP എന്ന് പറയുന്ന അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. സാങ്കേതികമായി അറ്റ ദേശീയ ഉൽപ്പന്നത്തെയാണ് ദേശീയ വരുമാനമായിട്ട് അറിയപ്പെടുന്നത്. അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവാണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എന്താണ് എന്നുള്ളതാണ്. ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. അപ്പം പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ദേശീയ വരുമാനത്തെ ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇനി നോക്കുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ദേശീയ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപ്പാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫലവും വർദ്ധിക്കും. എന്തൊക്കെയായിരുന്നു പ്രതിഫലങ്ങൾ? പാട്ടം, കൂലി, പലിശ, ലാഭം.
എന്നിവ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉപഭോഗത്തിനും നിക്ഷേപത്തിനും കൂടുതൽ തുക ചെലവഴിക്കുന്നു. ഉൽപാദനം, വരുമാനം, ചെലവ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് 3 രീതികളാണ് ഉള്ളത്. അപ്പോൾ ഉൽപാദനം, വരുമാനം, ചെലവ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉൽപാദനം വർദ്ധിക്കുമ്പോൾ എന്താണ്? വരുമാനം വർദ്ധിക്കും. വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവ് വർദ്ധിക്കും. ചെലവ് ചെയ്താലല്ലേ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ പോകും. അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് 3 രീതികളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ആദ്യം നോക്കുന്നത് ഉൽപാദന രീതിയാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. അപ്പം പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ, ഈ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ, സേവനങ്ങൾ, ഇതിൻ്റെയൊക്കെ ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെയാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും വിലയിരുത്താനാണ് ഉൽപാദന രീതി സഹായിക്കുന്നത്. ഇനി നോക്കുന്നത് വരുമാന രീതിയാണ്. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം എന്ന് നമുക്കറിയാം. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെയാണ് വരുമാനം എന്ന് പറയുന്നത്. ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, അതുപോലെ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായത്തെയാണ് വരുമാന രീതി എന്ന് പറയുന്നത്. ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന വേർതിരിച്ച് അറിയാനായിട്ട് ഈ രീതിയിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഉൽപാദന രീതി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ഇതെന്താണ്? പാട്ടം, വേതനം, പലിശ, ലാഭം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇനി ചെലവ് രീതിയാണ് നോക്കുന്നത്. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അതുപോലെ സർക്കാർ ഒക്കെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക. അപ്പോൾ ഈ ചെലവഴിക്കുന്ന തുക കണ്ടെത്തി അതുവഴി ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായാണ് കണക്കാക്കുക. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ്, സർക്കാർ ചെലവ് ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ആകെ ചെലവ് ലഭിക്കുന്നത്. അപ്പം ഈ രീതിയിലൊക്കെയാണ് ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുക. ഇനി ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഏത് ഏജൻസിയാണ്? CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. മുഖ്യമായും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് CSO കണക്കെടുപ്പ് നടത്തുന്നത്. മുഖ്യമായിട്ടും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കാണ് അതിനുവേണ്ടിയാണ് CSO കണക്കെടുപ്പ് നടത്തുന്നത്. ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാൻ CSOയുടെ ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കും. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നീ 3 രീതികളും ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കും. ദേശീയ വരുമാനം കണക്കാക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണെങ്കിലും ഈ ശ്രമകരമായിട്ടുള്ള കാര്യത്തിന് ഒട്ടേറെ പ്രായോഗിക ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കിൻ്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു. വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കിൻ്റെ അഭാവം, നമുക്ക് ഇപ്പോൾ സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളതാണോ എന്നുള്ളത് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ഒരു അഭാവം എന്താണ്? ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉള്ള പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു. ഉൽപാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കപ്പെടാം. ഡബിൾ കൗണ്ടിങ് ഉണ്ടാകാം. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇനി വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. അതുപോലെ സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല.
അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ അതിനെ എന്താണ് ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതിവിവര കണക്ക് എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കും. ഇപ്പോൾ ആരെങ്കിലും ഒരു കണക്കെടുപ്പിന് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല. അപ്പോൾ അതെന്താണ്, സ്ഥിതിവിവര കണക്ക് എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കും. സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കും. സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് അത് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കുന്നു. ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറുമില്ല. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ കൃത്യതയോടെ ദേശീയ വരുമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെയാണ് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുക. ഇന്ത്യയിലെ ഈ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന GDP വിഹിതം അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് 2015-16 ഉണ്ട്, അതുപോലെ 16-17, 17-18 അങ്ങനെ കൊടുത്തിരിക്കുക. അപ്പോൾ പ്രാഥമിക മേഖല നോക്കുമ്പോൾ നമുക്കറിയാം, പ്രാഥമിക മേഖല എന്താണ്, 2017-18 എന്താണ്, കുറഞ്ഞിരിക്കുകയാണ്, ശതമാനത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. ഇനി ദ്വിതീയ മേഖലയാണെങ്കിൽ 18 ആയപ്പോഴേക്കും എന്താണ്, കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തൃതീയ മേഖലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് കൂടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലെ വിവിധ മേഖലകളുടെ സംഭാവനകളിൽ കാണുന്ന പുതിയ പ്രവണത സേവന മേഖലയിലെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. സേവന മേഖല നോക്കുമ്പോൾ സേവന മേഖലയാണ് എന്ത്, കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രാഥമിക മേഖലയെ പിന്തള്ളി ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും ദേശീയ വരുമാനത്തിലേക്ക് കൂടുതൽ വിഹിതം നൽകുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാഥമിക മേഖലയെക്കാളിലും എന്താണ്, ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും ശതമാനം കൂടുതലായിട്ടുണ്ട്, GDP കൂടുതലായിട്ട് കാണുന്നുണ്ട്. മറ്റ് രണ്ട് മേഖലകളിലുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്, തൃതീയ മേഖലയുടെ വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. വികസനത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ആരംഭിച്ചതും അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ്, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റവും തൃതീയ മേഖലയുടെ വളർച്ചയെ സഹായിച്ചു. സാമ്പത്തിക പുരോഗതി ഉണ്ടായതോടെ ഗതാഗതം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് ജനങ്ങൾ കൂടുതൽ തയ്യാറാകുന്നുണ്ട്. അറിവധിഷ്ഠിത വ്യവസായങ്ങൾ വികസിച്ചതും തൃതീയ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായി. ഇനി നമ്മൾ അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച എന്താണ് എന്നാണ് നോക്കുന്നത്. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായിട്ട് പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിൽ വളർന്നു വികസിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്നിവയാണ് അറിവ് സമ്പദ്ക്രമത്തിൻ്റെ അടിസ്ഥാനം. അറിവ് സമ്പദ്ക്രമത്തിൽ ബൗദ്ധിക മൂലധനത്തിൻ്റെ, ഇൻ്റലക്ച്വൽ ക്യാപിറ്റലിൻ്റെ ഉൽപാദനവും ഉപഭോഗവുമാണ് നടക്കുന്നത്. ബൗദ്ധിക മൂലധനം കാണാൻ കഴിയാത്ത ആസ്തിയാണ്. ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെയാണ് ബൗദ്ധിക മൂലധനം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതെന്താണ്, കാണാൻ കഴിയാത്ത ആസ്തിയാണ്. തൃതീയ മേഖലയുടെ ഭാഗമായി അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഓഹരി, നികുതി എന്നിവയിൽ വിദഗ്ധ അഭിപ്രായം നൽകുന്നവർ, അതുപോലെ സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നിവരൊക്കെ ഈ മേഖലയിൽ പെടുന്നവരാണ്. ഉയർന്ന ബിസിനസ് എക്സിക്യൂട്ടീവുകളും ഗവേഷകരും ശാസ്ത്രജ്ഞരും നയരൂപീകരണ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ഈ മേഖലയ്ക്ക് കരുത്ത് പകരുന്നു. അറിവധിഷ്ഠിത മേഖലകളുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വികസനം നേടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് സാമ്പത്തികമായി മുന്നേറാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. ഇനി ഈ രംഗത്ത് മുന്നേറുന്നതിന് ചില അനുകൂല സാഹചര്യങ്ങൾ ഇന്ത്യക്കുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നേടിയ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന മാനവ വിഭവം, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് നമുക്ക്. അതുപോലെ വിപുലമായ ആഭ്യന്തര കമ്പോളം, ശക്തമായ സ്വകാര്യ മേഖല,
മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച. ഇത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയാൽ അറിവ് സമ്പദ്ക്രമം വികസിപ്പിക്കാനും ദേശീയ വരുമാനത്തിൽ വർധനവുണ്ടാക്കാനും ഇന്ത്യക്ക് കഴിയും. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. GDP, GNP, NNP ഒക്കെ നമ്മൾ നോക്കി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് വിലയിരുത്താം എന്നുള്ള പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ദേശീയ വരുമാനം കണ്ടെത്തുന്നതിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്താണ് ദേശീയ വരുമാനം കണ്ടെത്തുന്നതിന് ഉള്ള പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സാമ്പത്തിക പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് എന്നുള്ളത് ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. പിന്നെ പദ്ധതി ആസൂത്രണങ്ങൾക്ക് സർക്കാരിനെ സഹായിക്കുന്നത് അത് ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഇനി വിവിധ മേഖലയുടെ സംഭാവന വിലയിരുത്തുന്നതിന് അതും എന്താണ് ദേശീയ വരുമാനം കണ്ടെത്തുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പം സി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? രാജ്യത്തെ ജനസംഖ്യ കണക്കാക്കുന്നതിന് അതെന്താണ് പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ ഉത്തരം ഏതാണ്? സി ആണ്. ഇനി രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്ക് പ്രാധാന്യം നൽകുന്ന ദേശീയ വരുമാന ആശയം ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? GDP ആണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.